നമസ്കാരം. ഓഗസ്റ്റ് 9 നാഗപഞ്ചമി വരുന്നത്. നാഗപഞ്ചമിയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ കാര്യങ്ങൾ നാഗങ്ങളുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ദിവസങ്ങളാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് പ്രധാനമായും ഇത്തരത്തിൽ ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അശ്വതി ആദ്യത്തെ നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നാഗപഞ്ചമിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ശുഭകരമായ ചില കാര്യങ്ങൾ പ്രധാനമായും നാഗങ്ങളുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രധാനമായും കുടുംബസൗഖ്യം ഇവർക്ക് വന്നു ചേരുന്നതാകുന്നു. സുഹൃത്തുക്കളിൽ നിന്നും അത്ഭുതകരമായ പിന്തുണ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് കൂടാതെ സൽഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ചില സന്തോഷകരമായ ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഭൗതിക രംഗത്ത് ചില നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം എങ്കിലും ധനപരമായ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാം. ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കുന്നതായ സമയം കൂടിയാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പലവിധ തീരുമാനങ്ങൾ ഇവർക്ക് എടുക്കേണ്ടതായി വരാം. അത്തരത്തിൽ എടുക്കുന്നതായ തീരുമാനങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല തീരുമാനങ്ങളും ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്നതിനോടൊപ്പം ശ്രദ്ധാപൂർവം തന്നെ തീരുമാനങ്ങൾ എടുക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ജന്മനക്ഷത്രനാഥനായ ശുക്രന്റെ ബലഹീനത ഭരണനക്ഷത്രക്കാർക്ക് ഗുണകരമല്ല. എന്നിരുന്നാൽ പോലും അധികാരമുള്ള ചില പദവികൾ നാഗങ്ങളുടെ കടാക്ഷത്താൽ അല്ലെങ്കിൽ ചില പ്രത്യേകമായ പദവികൾ, ജോലി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, തൊഴിൽ മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ചില പിണക്കങ്ങളുണ്ട് എങ്കിലും അവ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാനോ തരണം ചെയ്യുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ധനപരമായ ചില വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ദുർബോധനകൾക്ക് വശംവദരാകരുത് എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മക്കൾക്ക് ശ്രേയസ് വരുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മംഗളകർമ്മങ്ങളിൽ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. നാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും നാഗങ്ങളുടെ കടാക്ഷത്താൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന നക്ഷത്രം കൂടിയാണ് ആയില്യം. ആയില്യം നക്ഷത്രക്കാർക്ക് നാഗങ്ങളുടെ കടാക്ഷത്താൽ അസാധ്യം എന്ന് കരുതിയ ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അല്പം ബുദ്ധിമുട്ടേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. വിമർശിക്കുന്നവരുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല എതിർപ്പുകളും തൃണവൽഗണിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം ജോലി ചെയ്യുന്നവർക്ക് പുതിയ ചുമതലകൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നാട്ടിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബത്തോടൊപ്പം ഉല്ലാസ യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം വന്നു ചേർന്നിരിക്കുന്നതായ ചില തർക്കങ്ങൾ
ചില വിഷമതകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. നാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നാഗങ്ങളെ ആരാധിക്കുവാൻ മറക്കാതിരിക്കുക. പൂരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ നാഗങ്ങളുടെ കടാക്ഷത്താൽ വന്ന് ചേരുന്ന സമയമാകുന്നു. പ്രത്യേകിച്ചും നാഗപഞ്ചമിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരും. എന്നാൽ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ ഇവർ ശ്രമിക്കും. എന്നിരുന്നാൽ പോലും അല്പം ശ്രമകരമാണ് എന്ന കാര്യം ഓർക്കുക. വിയർപ്പൊഴുക്കേണ്ടതായി വരും. അതിൽ നിന്നും പിന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. പുതിയ ചില വഴികൾ ജീവിതത്തിൽ തെളിയുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാകുന്നു. മാർഗക്ലേശങ്ങൾ പല കാര്യങ്ങളിലുമുണ്ട്. അതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ മാർഗക്ലേശങ്ങൾ തരണം ചെയ്യുവാനോ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ന്യായമായ ചില ആവശ്യങ്ങളുണ്ട്. എന്നാൽ ആ ആവശ്യങ്ങൾക്കുള്ള പണം കൈവശം എത്തുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം കൈകളിലേക്ക് എത്തുകയോ അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുകയോ ചെയ്യാവുന്നതാണ്. രോഗദുരിതങ്ങളിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പുതിയ കാര്യങ്ങൾ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പദവികളിൽ ഉയർച്ച, ജോലി ലഭിക്കുക, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. സാഹസികപരമായ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് അഭികാമ്യം എന്ന കാര്യം ഓർക്കുക. കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ചില വ്യക്തികളുമായി പിണക്കത്തിനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പിണക്കങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം അല്പം വർദ്ധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം നാഗങ്ങളെ കൂടി ആരാധിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. പ്രധാനമായും നാഗങ്ങളുടെ കടാക്ഷം നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നതിനാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം നിങ്ങളുടെ ചുമതലകൾ വർദ്ധിക്കും. എന്നിരുന്നാൽ പോലും അത് ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും നീട്ടി വയ്ക്കേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരാം. ചെറിയ കടങ്ങൾ വീട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വ്യാപാരവുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വാഹനം വാങ്ങുവാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുകയും അത് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും പ്രധാനപ്പെട്ടതായ കാര്യമായി തന്നെ പരാമർശിക്കാം. ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പഠനത്തിൽ ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ ജോലിക്കായി ശ്രമങ്ങൾ നടത്തുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ഇത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ശരിയായ രീതിയിൽ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാകുന്നു. ചതയം നക്ഷത്രക്കാർക്ക് ഈ സമയം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്നതായ സമയമാകുന്നു. പ്രത്യേകിച്ചും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ചില പ്രശ്നങ്ങൾ നാഗങ്ങളുടെ കടാക്ഷത്താൽ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. മുൻപിൽ പലവിധ ചതിക്കുഴികൾ നിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഉദ്യോഗസ്ഥർക്ക് അധ്വാനഭാരം അല്പം കുറയുവാനുള്ള സാധ്യതകളുണ്ട്. വ്യാപാരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കടക്കെണികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുക, സമയം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. രോഗികൾക്ക് അല്പം ആശ്വാസം ലഭിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. കർമ്മമണ്ഡലത്തിൽ അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. നേട്ടങ്ങൾ അല്പം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്.
കൂടാതെ ശക്തി, ഊർജം എന്നിവ വർദ്ധിക്കുന്നതാകുന്നു. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലി മാറുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. എന്നാൽ നിലവിലെ ജോലി ഉപേക്ഷിച്ചിട്ടാവരുത് ഈ കാര്യം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. സാഹസികപരമായ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണതകൾ വന്നു ചേരാം. എന്നാൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ശുഭം. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ നക്ഷത്രക്കാർ ഏവരും പ്രത്യേകിച്ചും നാഗങ്ങളെ ആരാധിക്കുന്നതും ഈ ദിവസം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് കൂടുതൽ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക.